ചേലൂരിലേക്ക് പുറപ്പെട്ട കുങ്കിയാനയുടെ ദൃശ്യമാണ് കാണുന്നത്. ചേലൂരിലെ കാപ്പിത്തോട്ടത്തിൽ ആണിപ്പോൾ കൊലയാളി ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. കുങ്കിയാന അവിടേക്ക് വരികയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്കൊപ്പം സാനിയോ മനോമിയും ദീപക് മോഹനും ദീപക് മലയമ്മയും VS രഞ്ജിത്തുമുണ്ട്. നമുക്ക് ദീപക് മോഹനിലേക്ക് പോകാം. ദീപക് മോഹൻ, ചേലൂർ മണ്ണുണ്ടി ആദിവാസി കോളനിയിലാണ് ദീപക് ഇപ്പോൾ നിൽക്കുന്നത്. അവിടേക്ക് കുങ്കിയാന വരികയാണ്. ആനയെ പിടികൂടുന്നതിനായുള്ള, അതായത് മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ വനമേഖലയിലേക്ക് കാട് കയറ്റാനുള്ള ശ്രമമാണോ നടക്കുന്നത്? വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചോ ദീപക്? നമുക്ക് ദീപക് മോഹനിലേക്ക് എത്താം. VS രഞ്ജിത്ത്, കുങ്കി ആനകൾ അവിടേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേലൂരിലേക്ക് കുങ്കികൾ പുറപ്പെട്ടിരിക്കുന്നു. ആനയെ കാട് കയറ്റുമോ അതോ മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റുമോ? നമുക്ക് ഏതെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ രഞ്ജിത്ത്? തലിഗദ്ദ വഴി കുങ്കിയാനയെ ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട്. വനം വകുപ്പിന്റെ വാഹനത്തിൽ ചേരൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോകുന്ന ഉദ്ദേശം ഈ രീതിയിൽ മയക്കുവെടി വെക്കേണ്ടി വരികയാണെങ്കിൽ കാട് കയറ്റാൻ വേണ്ടി കുങ്കിയാനയെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ തണ്ണീർക്കൊമ്പൻ വന്നതുപോലെയല്ല, മോഴയാനയ്ക്ക് കാട് കയറാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. കാരണം ഈ ചേലൂർ ഭാഗം എന്ന് പറയുന്നത് അതിർത്തിയോട് ചേർന്ന്, കർണാടക അതിർത്തിയോട് ചേർന്ന് കാട്ടിക്കുളത്തോടൊക്കെ ചേർന്നുള്ള ഭാഗമാണ്. ഇവിടെ നിന്ന് ആനയ്ക്ക് കാട് കയറാനുള്ള സാധ്യത കൂടുതലാണ്. തണ്ണീർക്കൊമ്പനെ സംബന്ധിച്ചിടത്തോളം അവിടെ താഴത്തങ്ങാടി ഭാഗത്ത് ഒരു വയലിൽ നിൽക്കുകയായിരുന്നു. അധിക ദൂരം നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അധിക ദൂരം നടക്കാതെ ആന ഒരു ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കുന്നു. അവിടെ വെച്ച് മയക്കുവെടി വെക്കാനും ആനയെ അതുപോലെ തന്നെ മയക്കുവെടി വെക്കേണ്ട ഒരു സാഹചര്യം, ആനയ്ക്ക് കാട് കയറാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു ഈ പറയുന്ന താഴത്തങ്ങാടി ഭാഗത്ത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചേലൂർ ഭാഗം, കാപ്പിത്തോട്ടം എന്നൊക്കെ പറയുന്നത് കാടിനോട് വളരെ ചേർന്ന ഭാഗമാണ്. അപ്പൊ വനംവകുപ്പ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആന സ്വമേധയാ കാട് കയറും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പടക്കം പൊട്ടിച്ചോ ബഹളം ഉണ്ടാക്കിയോ ഒക്കെ ആന കാട് കയറ്റാൻ പറ്റുന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെ കാട് കയറ്റിയാൽ ആന തിരിച്ചെത്തുമെന്നും ആന അധിക ദൂരം പോവില്ല എന്നുമാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് എന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. രഞ്ജിത്ത്, നമ്മളിപ്പോൾ ഒരു കുങ്കിയാനയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. 4 കുങ്കിയാനകളെ, പ്രധാനമായും ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായി വരാറുള്ള 4 പേരെയും ഇന്നലെ തന്നെ അവിടേക്ക് എത്തിക്കുന്നു. ഈ കുങ്കിയാനകളെയെല്ലാം ചേലൂരിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇപ്പോൾ ഒരു ആനയെ കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഒരു ആനയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഇതേ രീതിയിൽ മറ്റ് കുങ്കിയാനകളെ കൂടി ചേലൂർ ഭാഗത്തേക്ക് എത്തിക്കും. ഇനി മയക്കുവെടി വെക്കുകയാണെങ്കിൽ ഈ കാപ്പിത്തോട്ടത്തിനരികിൽ ഒരു വളരെ കൃത്യമായ ഒരു പോയിന്റ് കിട്ടേണ്ടതുണ്ട്. എവിടെയെങ്കിലും വെച്ച് കാട്ടിൽ വെച്ചൊന്നും മയക്കുവെടി വെക്കാൻ പറ്റില്ല. കാരണം മയക്കുവെടി വെക്കുന്നതിന് ആനയെ പിടികൂടേണ്ട ഒരു ലക്ഷ്യം, പ്രത്യേകിച്ച് മോഴയാന ആയതുകൊണ്ട് വെടിയേറ്റാൽ തണ്ണീർക്കൊമ്പൻ നിന്നതുപോലെ എവിടെയെങ്കിലും മാറി നിൽക്കുകയോ പ്രകോപനം ഇല്ലാതിരിക്കുകയും ചെയ്യണമെന്നില്ല. ഇവിടെ തീർച്ചയായിട്ടും പ്രകോപനം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോഴയാനയെ വെടിയുതിർക്കുന്നുണ്ടെങ്കിൽ, മയക്കുവെടി വെക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു സ്പോട്ട് കിട്ടേണ്ടതുണ്ട്. ആ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് ഒരു തുറസായ പ്രദേശം കിട്ടേണ്ടതുണ്ട്. ആ തുറസായ ഭാഗം ഐഡന്റിഫൈ ചെയ്ത ശേഷം ആനയെ കൃത്യമായി അവിടെ. ശരി രഞ്ജിത്ത്, ചേലൂരിലേക്ക് യാത്ര ചെയ്യുകയാണ്. രഞ്ജിത്തിലേക്ക് നമുക്ക് തത്സമയം തന്നെ എത്താം. ദീപക് മോഹനും സാനിയോ മനോമിയും ചേലൂരിലെ കാപ്പിത്തോട്ടത്തിനടുത്ത് ആദിവാസി കോളനിയിൽ ഇപ്പോൾ ഉണ്ട്. സാനിയോ മനോമി, അജീഷിനെ ആക്രമിച്ച കൊലയാളി മോഴയാന സാനിയോയ്ക്ക് അരികിൽ എവിടെയോ ഉണ്ട്, ആ ആദിവാസി കോളനിയിൽ കാപ്പിത്തോട്ടത്തിലുണ്ട് എന്നുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുകയല്ലേ? അങ്ങനെ സ്ഥിരീകരിക്കുക തന്നെയാണ്. നമ്മളിപ്പോൾ കാപ്പിത്തോട്ടം ഉൾപ്പെടുന്ന ഈ ചേലൂർ മണ്ണുണ്ടി കോളനിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുമായി സംസാരിച്ചു. അവർ പറയുന്നത് ഇന്നലെ രാത്രി അടക്കം അതിൻ്റെ അലർച്ച കേട്ടിരുന്നു. അത് നമ്മൾ ബൈറ്റിൽ നമുക്ക് കിട്ടിയതുമാണ്. അവർ പറയുന്നത് ഇന്നലെ രാത്രി അടക്കം ആനയുടെ അലർച്ച കേട്ടിരുന്നു. അത് പക്ഷേ ഈ ആനയാണെന്ന് അവർ ഉറപ്പിക്കുന്നില്ല. പക്ഷേ ആരൊക്കെയോ കണ്ടിരുന്നു, പലരും ഈ ആനയെ കണ്ടതായാണ് അവർ പറയുന്നത്. ഏതായാലും കോളനിക്ക് സമീപം തന്നെ ഒരു 150 മീറ്ററിനുള്ളിൽ തന്നെ ഈ ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. പക്ഷേ അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ,
റേഡിയോ കോളർ ഉപയോഗിച്ച് കൃത്യമായി ട്രാക്ക് ചെയ്യാനുള്ള ആൻറ്റിന വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വന്നാൽ മാത്രമേ കൃത്യം എത്ര മീറ്ററിനുള്ളിൽ ഈ ആനയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഒരു കുങ്കിയാനയെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. മുഴുവൻ കുങ്കിയാനകളെയും ഇങ്ങോട്ട് എത്തിക്കുമെന്നാണ് ഫോറസ്റ്റ് അധികൃതർ നൽകിയിരിക്കുന്ന വിവരം. ഈ കാട് ഉൾപ്പെടുന്ന ഭാഗം നാഗർഹോള വനമേഖല കൂടിയാണ്. അങ്ങോട്ടേക്ക് ആന പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വനംവകുപ്പിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന ആനയെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടുക എന്നത് തന്നെയായിരിക്കും. ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെക്കുന്നതിനെക്കുറിച്ചുള്ള തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ നാട്ടുകാരുടെ ആവശ്യം തിരിച്ച് കാട്ടിലേക്ക് കയറ്റാതെ മയക്കുവെടി തന്നെ വെച്ച് പിടികൂടണം എന്ന് തന്നെയാണ്. ഏതായാലും ഈ കാട്ടിനുള്ളിൽ എവിടെയോ, ഈ കാപ്പിത്തോട്ടത്തിനുള്ളിൽ എവിടെയോ ആന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. മണ്ണുണ്ടി കോളനിയിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോളനി നിവാസികളൊക്കെ സംസാരിക്കുന്നതും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇന്നലെ രാത്രി അടക്കം ആനയുടെ അലർച്ച കേട്ടും മറ്റും. ഏതായാലും